കൊല്ലം കൊട്ടാരക്കര ഇരുകുന്നം പേപ്പട്ടി ഭീതിയിലാണ്. നിരവധി പ്രദേശവാസികളെയും വളർത്തുമൃഗങ്ങളെയും കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ചത്ത നിലയിൽ കണ്ടെത്തിയ നായയെ നാട്ടുകാർ കുഴിച്ചിട്ടിരുന്നു. ഇതിനെ പോലീസും പൊതുപ്രവർത്തകരും ഇടപെട്ട് മണ്ണുമാന്തി പുറത്തെടുത്ത് പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിരവധി പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ സ്ഥിരീകരിച്ചേക്കുന്ന 3 മണിയായപ്പോൾ ഈ പട്ടിക്ക് പേയുള്ളതാണെന്ന് സ്ഥിരീകരിച്ചു. ഞാനും ഇന്ന് പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്നു കയറിയ പട്ടിയായിരുന്നു. ഞങ്ങളിവിടെ ഒരു ഏകദേശം കുറച്ച് പേരെ എല്ലാം ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. കൊണ്ടുവന്നേ പേവിഷബാധയുടെ ഇഞ്ചക്ഷൻ ഇന്ന് എടുത്ത് മൃഗ ഡോക്ടറെ കൊണ്ടുവന്നു. ആളുകളെല്ലാം ഭയത്തിൽ നിന്നിരിക്കുക. ഇങ്ങനെ പേയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും പേടിച്ചിരിക്കുക. കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനീഷ് കൂടി നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, ഇതിപ്പോൾ സ്ഥലത്ത് കുറച്ചധികം നാളുകളായി ഈ തെരുവുനായ്ക്കളുടെയൊക്കെ ശല്യം ഉണ്ടായിരുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഇത് കൊട്ടാരക്കര അമ്പലക്കര ഇരുകുന്നം എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വെട്ടിക്കല ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശമാണ്. കുറേയേറെ ആൾക്കാർ അധിവസിക്കുന്ന പ്രദേശം കൂടിയാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു തെരുവുനായ ആക്രമണം ഉണ്ടായത്. നിരവധി പേരെ കടിച്ചിരുന്നു. തുടർന്ന് ഈ തെരുവുനായെ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. അത് ഒരു ടാപ്പിംഗ് തൊഴിലാളികളാണ് തെരുവുനായെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അവരെല്ലാം ചേർന്ന് ഇതിനെ കുഴിച്ചിട്ടിരുന്നു. പിന്നീടാണ് ഇത് പൊതുപ്രവർത്തകരും കൊട്ടാരക്കര പോലീസും ഇടപെട്ട് ഈ നായയെ കുഴിച്ചിട്ട നായയെ മണ്ണ് മാന്തി എടുക്കുകയും പിന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇതിന് പേവിഷബാധ ഉള്ള നായയാണെന്ന് കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇവർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയായിരുന്നു. എന്തായാലും ഒരു 10 പരം ആൾക്കാർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. നായയുടെ കടിയേറ്റിട്ടുണ്ട്. ഇതിൽ നിർമ്മാണ തൊഴിലാളികളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിൽ വളർത്തുമൃഗങ്ങളെയും കടിച്ചിട്ടുണ്ട്. പശു, ആട് തുടങ്ങിയ വളർത്തുമൃഗങ്ങളെയും കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതറിഞ്ഞതോടുകൂടി അവിടെ ഈ വെറ്റിനറി ഡോക്ടറെ കൊണ്ടുവരികയും വാക്സിൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രദേശത്തൊരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. ഈ എല്ലാവർക്കും ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു ഭീതിയിലാണ് ഇപ്പോൾ നാട്ടുകാർ. ഒരു ജാഗ്രതാ നിർദ്ദേശത്തിൽ തന്നെയാണ് ഇപ്പോൾ കഴിയുന്നത്. കൊട്ടാരക്കര അമ്പലക്കര ഇരുകുന്നം പ്രദേശത്താണ് ആര്യ. എസ് വിനീഷാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൊട്ടാരക്കര ഈ അമ്പലക്കര ഭാഗത്താണ് ഈ തെരുവുനായയുടെ ശല്യം അതിരൂക്ഷമായി ഉണ്ടായിരുന്നത്. ഈ തെരുവുനായയ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന സാഹചര്യമായതിനാൽ തന്നെ നിരവധി പേരെ ഇതിനു മുൻപ് വളർത്തുമൃഗങ്ങളെ അടക്കം നാട്ടുകാരെയും എല്ലാം ഈ തെരുവുനായ ആക്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം വലിയ ഭീതിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.